വ്ലോഗർ തൊപ്പിക്കെതിരെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങി. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ തൊപ്പിയും ടീമും അവരുടെ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. മയക്കുമരുന്നും മറ്റും ഉപയോഗവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടക്കാൻ പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് ആ ക്ലിപ്പ് കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. വ്ലോഗർ തൊപ്പിക്കെതിരെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങി. 3 പരാതികളാണ് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദിന് എതിരെ ലഭിച്ചത്. യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനും സുഹൃത്തുക്കൾക്കുമെതിരെയാണ് സൈബർ പോലീസിന്റെ അന്വേഷണം. സംസ്ഥാന സൈബർ ഓപ്പറേഷനിൽ നിന്ന് കൊച്ചി പോലീസിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ തൊപ്പിയുടെ ഗ്യാങ്ങിനെതിരെയാണ് പ്രധാനമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. വിവിധ ആരോപണങ്ങളാണ് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. അതിൽ ലഹരി മരുന്ന് ഉപയോഗം, പോക്സോ ഉൾപ്പെടെയുള്ള വിവിധ ആരോപണങ്ങളുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊപ്പി ആരാണെന്ന് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരു ലൈവ് സ്ട്രീമറാണ്. പുള്ളിക്കാരൻ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്കൊരു ടീമും കാര്യങ്ങളെ കൊണ്ട് ഫുൾ ഒരു എന്റർടൈനറാണ് തൊപ്പി എന്ന് പറയുന്നത്. എനിക്ക് ഈ വാർത്ത പ്രധാനി കണ്ടപ്പോൾ ഇത് എഡിറ്റഡ് ആണോ അല്ലെങ്കിൽ ഇത് എഡിറ്റഡ് ആണോ അല്ലെങ്കിൽ ഇത് റിയൽ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പോലീസ് അന്വേഷണം നടക്കട്ടെ. ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാർക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. തൊപ്പിയുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ സാധ്യത കൂടുതലാണ്. മയക്കുമരുന്ന് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ഉപയോഗിക്കാനും പാടില്ല. ലഹരി എന്ന് പറയുന്നത് ഒരിക്കലും സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാരണം. പല ആൾക്കാരുടെ കുടുംബങ്ങൾ ഇത് കാരണം തകർന്നു പോകും. ഒരിക്കലും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഫ്യൂച്ചർ അത് നശിച്ചു പോകാനായിട്ടുള്ള ഏറ്റവും പ്രധാന കാരണമാണ് ഒന്ന് എന്ന് പറയുന്നത്. പിന്നെ ഇവരിലേക്ക് വന്നു കഴിഞ്ഞാൽ, തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവിക ഇത് സാമ്പത്തികമായിട്ട് ഉള്ളൊരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ള ഇടപാടുകൾ ക്ലിയർ അല്ലാത്തത് കൊണ്ടും ഇവർക്ക് ഉടലുള്ള പല രഹസ്യങ്ങളും അത് പുറത്തേക്ക് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമന്റിലൂടെ അത് അറിയിക്കുക.